الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളുടെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാന്റെ 7-ാമത്തെ വചനം യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. വല്ലാത്ത പ്രയാസങ്ങളും പടർന്നു പന്തലിക്കുന്ന അത്യന്തം അപകടങ്ങൾ നിറഞ്ഞ ഒരു ദിനത്തെ ഭയപ്പെടുകയും നേർച്ച ചെയ്താൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികൾ. വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമാണത്. യൂഫൂന ബിന്നദർ, നേർച്ച ചെയ്താൽ നിറവേറ്റുന്ന ആളുകളാണ് വിശ്വാസികൾ. നമ്മളൊക്കെ പലപ്പോഴും നേർച്ചയെക്കുറിച്ച് കേൾക്കാറുണ്ട്, പല നേർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും നമ്മൾ അറിയാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നേർച്ചകൾ ചെയ്യാറുണ്ട്. എന്നാൽ നെദിർ എന്ന ഈ ഒരു അറബി പദം അതിന് പല അർത്ഥങ്ങളുമുണ്ടെങ്കിലും
ഖുർആനും ഹദീസുമൊക്കെ നേർച്ച എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് നേർച്ച? എന്ത് കാര്യവും നേർച്ചയാക്കാൻ പറ്റുമോ? എങ്ങനെയും നേർച്ചയാക്കാൻ പറ്റുമോ? ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാന്മാരായ ഉലമാക്കൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് നേർച്ച എന്നാൽ ഐച്ഛികമായ സുന്നത്തായ ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. അത് സുന്നത്തായ കർമ്മമാണ്. അള്ളാഹുവും പ്രവാചകനും പുണ്യമാണ് എന്ന് പഠിപ്പിച്ച കർമ്മമാണ്. പക്ഷെ അത് നിർബന്ധമല്ല. ഒരാൾ ഞാനിന്ന് അസ്ർ നമസ്കരിക്കുമെന്ന് നേർച്ചയാക്കാൻ പറ്റില്ല. കാരണം അത് നിർബന്ധമാണ്. എന്നാൽ അസ്റിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, അതല്ലെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പ്, അത് നിർബന്ധമല്ല. ആ സുന്നത്ത് നോമ്പ് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിട്ടില്ല, ആ നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അയാൾ പ്രായശ്ചിത്തം നൽകണം. അതിന് കഫാറത്തുണ്ട്. അഥവാ സുന്നത്തായ ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്വയം നിർബന്ധമാക്കുകയാണ്, അത് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതിനാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, നേർച്ച അത് പുണ്യകർമ്മങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാൾ നേർച്ച ചെയ്തു, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരാൾ നേർച്ച ചെയ്താൽ അത് പൂർത്തീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, മൻ നദറ അൻ യുതിഅ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാനാണ് നേർച്ച ചെയ്തത് എങ്കിൽ, അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുണ്യകർമ്മം സ്വയം നിർബന്ധമാക്കിയതാണ് എങ്കിൽ ഫൽയുതിഉഹു, അയാൾ അത് അനുസരിക്കണം, അയാൾ അത് പൂർത്തീകരിക്കണം. ഇനി വമൻ നദറ അൻ യഅസി അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിലാണ് നേർച്ച ചെയ്തതെങ്കിലോ ഫലാ യുഅസി, അത് പൂർത്തീകരിക്കാൻ പാടില്ല, അത് പൂർത്തീകരിക്കാൻ പാടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പുണ്യമല്ലാത്ത കാര്യങ്ങളും ഒരാൾ നേർച്ചയാക്കി, അതും പൂർത്തീകരിക്കേണ്ടതില്ല. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ബൈനമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ ഫി ശംസ്, പ്രവാചകൻ ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ പുറത്ത് ഒരാള് വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫസഅല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് അയാൾ, എന്താണ് അയാളുടെ പ്രശ്നം, അയാൾ എന്താണ് വെയിലത്ത് നിൽക്കുന്നത്? ഖാലു, അവര് പറഞ്ഞു, ഹാദാ അബൂ ഇസ്രാഈൽ, അത് അബൂ ഇസ്രാഈലാണ്. നദറ അൻ യഖൂമ വലാ യഖഉദ വലാ യസ്തദില്ല വലാ യതകല്ലം വയസൂം, അയാൾ നേർച്ച ചെയ്തിട്ടുണ്ട് നബിയെ. എന്താണ് അയാളുടെ നേർച്ച? അൻ യഖൂമ വലാ യഖഉദ്, അയാൾ നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കിയ, ഇരിക്കൂല, ഇവിടെ വന്ന് ഇരിക്കണ്ടേ, അയാൾ അവിടെ നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. വലാ യഖഉദ്, അയാൾ ഇരിക്കൂല, ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല, കാരണം വലാ യസ്തദില്ല, അയാൾ തണല് കൊള്ളൂല എന്നും നേർച്ചയാക്കിയിട്ടുണ്ട്. വലാ യതകല്ലം, അയാൾ മൗനം അവലംബിക്കാനാണ്, സംസാരിക്കൂല എന്നും നേർച്ചയാക്കിയിട്ടുണ്ട്. വയസൂമ, അയാൾ നോമ്പെടുക്കാനും നേർച്ചയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നേർച്ചകളുമായിട്ടുള്ള അബൂ ഇസ്രാഈലാണ് റസൂലേ അദ്ദേഹം എന്ന് സഹാബാക്കൾ പ്രവാചകനോട് പറഞ്ഞു. നബി പറഞ്ഞു, ഖാല മുറൂ, നിങ്ങൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറയണം, ഫൽയതകല്ലം വൽയസ്തദിൽ വൽയഖഉദ് വൽയുതിമ്മ സൗമഹ്, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയണം, എന്നിട്ട് തണലത്ത് ഇരിക്കാൻ പറയണം, അയാളോട് നിൽക്കണ്ട എന്ന് പറയണം. അതുപോലെ തന്നെ വൽയുതിമ്മ സൗമഹു വൽയതകല്ലം, അയാളോട് സംസാരിക്കാൻ പറയണം. വൽയുതിമ്മ സൗമഹു, എന്നാൽ
നോമ്പ് ആ നേർച്ച അയാൾ ചെയ്തോട്ടെ, അത് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ സുന്നത്താക്കാത്ത ചില കാര്യങ്ങൾ അയാളിൽ നിന്ന് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തു, അത് വേണ്ടതില്ല. എന്നാൽ ഈ സുന്നത്തായ നോമ്പ് അദ്ദേഹം നേർച്ചയാക്കിയപ്പോൾ അത് പൂർത്തീകരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ഈ നേർച്ച എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന അഹാദീസുകളാണ്. നേർച്ച, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, നേർച്ച ഒരു ഇബാദത്താണ്. ആമുഖമായി ഓതിവെച്ച വിശ്വാസികളുടെ അടയാളമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യൂഫൂന ബിന്നദർ, അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. അതുപോലെ തന്നെ ഫൽയുത്തിഉഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ആരെങ്കിലും ഇങ്ങനെ നേർച്ച ചെയ്താൽ അത് പൂർത്തീകരിക്കണം എന്ന ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഇത് ഇബാദത്തായതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് നേർച്ച കൊടുക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പലതും കാണാറുണ്ട്. എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ ആ കളഞ്ഞു പോയ മാല തിരിച്ചു കിട്ടാൻ ഇന്ന ശൈഖിന്റെ ജാറത്തിലേക്ക് നേർച്ച. കുട്ടികളില്ലാതായാൽ അവർക്ക് ഉള്ളാളത്ത് ചെന്ന് തൊട്ടില കെട്ടാൻ നേർച്ച, ചില മരത്തിന്റെ മുകളിൽ തൊട്ടില കെട്ടാൻ നേർച്ച, ചില തരത്തിലുള്ള ചില ജാറങ്ങളിലേക്ക് വെളിച്ചെണ്ണ നേർച്ച, ചിലയിടത്തേക്ക് മുറുക്കാനും അതുപോലെ തന്നെ ബീഡിയും സിഗരറ്റും ഒക്കെ നേർച്ചയാക്കുന്ന ജാറങ്ങൾ, പള്ളികളുണ്ട് എന്ന്. മറ്റിതര മതസ്ഥരുടെ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടല്ല, ഇത്തരത്തിലുള്ള ചില നേർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരത്തിലുള്ള നേർച്ചകൾ അത് ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കായി, മുഖ്രിജും മിനൽ മില്ല, അത് ഒരു പക്ഷേ ഈ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തരത്തിലുള്ള ഇബാദത്ത് നേർച്ചകളായി ശിർക്കായിട്ട് മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാവണം. നേർച്ച ഇബാദത്തായതുകൊണ്ട് തന്നെ അത് ബദരീങ്ങൾക്ക് നേർച്ചയാക്കുക, മുഹൈദ്ദീൻ ശൈഖിന് നേർച്ചയാക്കുക, പ്രവാചകന് നേർച്ചയാക്കുക, മാല നേർച്ചയാക്കുക, മൗലൂദ് നേർച്ചയാക്കുക, ജാറം മൂടാൻ നേർച്ചയാക്കുക. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നമ്മുടെ പല രൂപത്തിലുള്ള നേർച്ചകളുണ്ട് അല്ലേ. എൻ്റെ വയറുവേദന സുഖമായാൽ ഞാൻ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാം, എൻ്റെ മകളുടെ കല്യാണം ശരിയായാൽ ഞാൻ ഇന്ന രൂപത്തിൽ 10 ദിവസം നോമ്പെടുക്കാം. ഇങ്ങനെ പല നേർച്ചകളുണ്ട്. അതുപോലെ തന്നെ ചില നേർച്ചകൾ യാതൊരു തരത്തിലുള്ള ഡിമാൻഡുകളും വ്യവസ്ഥകളും വെക്കാത്ത നേർച്ചകളുണ്ട്. വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള നേർച്ചകളെ പണ്ഡിതന്മാർ പലപ്പോഴും 2 രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്നുകിൽ അത് കറാഹത്താണ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ്, പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്, പ്രവർത്തിച്ചാൽ കുറ്റമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ. എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയെ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ശാഫഈ മദ്ഹബിലെ ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായവും അതാണ്. പല കിതാബുകളിൽ നമുക്കത് കാണാൻ കഴിയും. ഇതേ രൂപത്തിൽ വ്യവസ്ഥ വെക്കാത്തത് അത് ജായിസാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, കറാഹത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഏത് തരത്തിലുള്ള നേർച്ചയാവട്ടെ അത് ഹറാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ നേർച്ചയുടെ വ്യത്യസ്ത രൂപങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഒരു തരത്തിലുള്ള നേർച്ചയെയും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, ഒരാൾ നേർച്ച ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നതിന്റെ വിധിയാണ് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നിർബന്ധമാണ് പൂർത്തീകരിക്കൽ. എന്നാൽ നേർച്ച നേരുന്ന വിഷയത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേർച്ച നേരുക എന്നുള്ളത് ഒരു നല്ല പ്രവണതയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തൻദിറു, നിങ്ങൾ നേർച്ച നേരരുത്, നിങ്ങൾ നേർച്ച ചെയ്യരുത്. ഫഇന്നൻ നദ്റ ലാ യുഗ്നി മിനൽ ഖദരി ശൈഅ,
എന്തിനാണ് നിങ്ങൾ നേർച്ച നേരുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതാവാനല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? നിങ്ങളുടെ ഖദറിൽ നിന്നും അള്ളാഹുവിന്റെ വിധിയിൽ നിന്നും നേർച്ച കൊണ്ട് ഒരു തരത്തിലുള്ള ഐശ്വര്യം, ഒരു തരത്തിലുള്ള ഗുണവും നിങ്ങൾക്ക് ലഭ്യമല്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. പിശുക്കന്മാരിൽ നിന്ന് അവരുടെ സമ്പത്ത് എന്ത് ചെയ്യും? പുറത്തേക്കിറങ്ങും. രണ്ട് രൂപത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബാദത്തിന് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ടാകും. അവരെന്ത് ചെയ്യും? ഇങ്ങനെ നേർച്ച ചെയ്താൽ ഒരു 10 നോമ്പ്, ഒരു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ്, അങ്ങനെ അവരെടുക്കും. അങ്ങനെ അവർക്കൊരു ഗുണമുണ്ട്. അതല്ല, മറ്റു ചില ആളുകൾ പണം പിശുക്കന്മാരാണ്, പണം ഇറക്കൂല. എന്നാൽ നേർച്ച ചെയ്തതിന്റെ പേരിൽ ഒരു 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കിട്ടും. ഇതല്ലാതെ മറ്റൊരു ഗുണവും അതുകൊണ്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസല്ല ഒട്ടനവധി ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇസ്ലാമിലെ നേർച്ച. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ചില നേർച്ചകളുണ്ട്, അല്ലേ? ഇന്നും ഇന്നലെയും മെനയാന്നുമൊക്കെയായി പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട നേർച്ചയുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്ത് പുതിയങ്ങാടി നേർച്ച, മമ്പുറം നേർച്ച, കൊണ്ടോട്ടി നേർച്ച, ഇങ്ങനെ പലതും ഉണ്ട്. മെനയാന്നോട് കൂടിയിട്ട് നമ്മൾ കേട്ട വാർത്ത എന്താണ്? പുതിയങ്ങാടി നേർച്ചയിൽ ആനയിടഞ്ഞു, എന്നിട്ട് ഒരാളെ കൊന്നുകളഞ്ഞു, ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ട്, ആനയിടഞ്ഞു. ഇനി നമ്മൾ ഇസ്ലാമിന്റെ നേർച്ചയുമായി ബന്ധപ്പെടുത്തിയിട്ട് നോക്കൂ. ഈ നേർച്ചയും ഇസ്ലാമിന്റെ നേർച്ചയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നേർച്ച എന്നൊരു പേര് കേട്ട് ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗവും വെടിമരുന്ന് പ്രയോഗവും ചെണ്ടയും ആനയുടെ എഴുന്നള്ളിപ്പും ഇതുപോലെയുള്ള ഒരുപാട് ആഭാസത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പൂരങ്ങൾക്ക് പലരും ഇന്ന് പേരിട്ടിരിക്കുന്നത് എന്താ? നേർച്ച എന്നാണ്. എന്നിട്ട് അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഏതോ മഹാൻ എന്നറിയപ്പെടുന്ന ആളുകളുടെ ഖബറുമായി ബന്ധപ്പെട്ട്, അവരുടെ ജാറങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടെ ജാറങ്ങൾ കെട്ടിപ്പൊന്തിച്ച്, അവിടെ വലയം ചെയ്ത്, അവിടെ ചെന്ന് തങ്ങളുടെ ആവലാദികളും വേവലാദികളും ബോധിപ്പിച്ച്, അവരോട് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവിടെ ചെന്നാൽ ഞങ്ങൾക്കതൊരു ആശ്രയമാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ച് ആളുകൾ അവിടേക്ക് നേർച്ചത്തിന് ഇത്തരത്തിലുള്ള പൂരങ്ങൾക്ക് ചെല്ലുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഗൗരവത്തോടുകൂടെയാണ് ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി അല്ലദീ ലം യഖും മിൻ. എപ്പോഴാ നബി ഹദീസ് പറയുന്നതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിലേക്ക് തലചായ്ച്ച് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധരങ്ങൾ അനങ്ങുന്നത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവികൾ, കാതുകൾ പ്രവാചകന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്വാറാക്കളെയും ജൂതന്മാരെയും ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വ ഔലിയാഇഹിം മസാജിദ. അവരുടെ അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു, ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. ഉറൂസ് നടത്താൻ, ഉത്സവങ്ങൾ നടത്താൻ, പൂരങ്ങൾ നടത്താനുള്ള കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പറഞ്ഞു, ഫലൗലാ ദാക ഉബ്രിസ ഖബ്റുഹു. അള്ളാന്റെ റസൂലിന്റെ ഖബർ ഇന്ന് പോയാൽ നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. ഇതെങ്ങാനും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, അവസാന നിമിഷത്തിൽ പ്രവാചകന്റെ ഈ വാക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ വെളിച്ചത്തുണ്ടാവുമായിരുന്നു, ആർക്ക് ചെന്നാലും കാണാൻ കഴിയുമായിരുന്നു. അതെ, പ്രവാചകന്റെ ഖബറും ആരാധനാ കേന്ദ്രമാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ്. എത്രത്തോളം ഗൗരവത്തോടുകൂടിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഉമ്മു സലമയും അതുപോലെ തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടും പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, അത്തത അർദൽ ഹബിശ, ഹബിശയിൽ കണ്ട ചില കാഴ്ച, ഫദക്കറത മിൻ ഹുസ്നിഹാ വതസാബിറ ഫീഹാ,
അവിടെ ഉണ്ടായിരുന്ന ചില കനീസകൾ, ചില ചർച്ചുകൾ, ചില പള്ളികൾ, ചില ആരാധനാലയങ്ങൾ, അതിന്റെ ഭംഗികൾ, അവിടെ മൂടിപ്പിടിപ്പിച്ച കാര്യങ്ങൾ, അവിടെയുള്ള വിഗ്രഹങ്ങൾ, അതിന്റെ സൗന്ദര്യങ്ങൾ, ആ ചർച്ചിന്റെ പള്ളിയുടെ മോടികൾ, സൗന്ദര്യങ്ങൾ, അതൊക്കെ പ്രവാചകനോട് ഇങ്ങനെ വിശദീകരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറത മിൻ ഹുസ്നിഹാ വതസാബിറ ഫിഹാ, അവിടെയുള്ള വിഗ്രഹങ്ങളുടെ അതിന്റെ സൗന്ദര്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ വർണ്ണിച്ചപ്പോ ഫറഫഅ റഅ്സഹു, പ്രയാസം കൊണ്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിരസ് ഉയർത്തി. ഫഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉലൈക ഇദാ മാത മിൻഹുമുർ റജുലു സ്വാലിഹു ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ആരാണവർ എന്നറിയുമോ? എന്താണ് ആ വിഗ്രഹങ്ങളൊക്കെ എന്നറിയുമോ? അതിന്റെ പ്രത്യേകത ഉലൈക ഇദാ മാത മിൻഹുമുർ റജുലു സ്വാലിഹ്, അവരിലുള്ള ഒരു നല്ല മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അവിടെ ഒരു ഇടുപ്പുണ്ടാക്കും, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും, അത് ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. സുമ്മ സവ്വറു ഫീഹി തിൽക സൂറ, എന്നിട്ട് അവിടെ ഒരു വിഗ്രഹം സ്ഥാപിക്കും. ഏതാണ്? ആ മരിച്ച സ്വാലിഹായ മനുഷ്യന്റെ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞ വർത്തമാനം, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹ് സമീപത്തെ ഏറ്റവും നികൃഷ്ടരായ ജീവികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഇന്ന് നേർച്ചകൾ നടക്കുമ്പോൾ ഈ രൂപത്തിലുള്ള അതീവ ഗൗരവത്തോടെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അവസാന സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹുവേ എന്റെ ഖബറിടം നീ ഒരു ഈദ് നടത്തുന്ന, ഉത്സവം നടക്കുന്ന കേന്ദ്രമാക്കരുതേ. പ്രവാചകൻ സ്വഹാബത്തിന് ഉപദേശിച്ചു, ലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിടം നിങ്ങൾ ഇങ്ങനെ ഉത്സവ കേന്ദ്രമാക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു, സ്വഹാബത്തിനെ ഉപദേശിക്കുന്നു. സഹോദരങ്ങളെ, പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങൾ, ഈ രൂപത്തിലുള്ള പൂരങ്ങൾ, അവിടെ ഖബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ, അവിടെ ഉത്സവങ്ങൾ പോലെ കൊടിതോരണങ്ങൾ, ഗജവീരന്മാരുടെ ആനകളുടെ എഴുന്നള്ളിപ്പ്, കരിമരുന്ന് വെടിമരുന്ന് പ്രയോഗങ്ങൾ, ചെണ്ടകൾ, അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ, ഗാനമേളകൾ, ഡാൻസ് എന്നു വേണ്ട ഇസ്ലാമിന് അന്യമായ സകലമാന പ്രവർത്തനങ്ങളും നിർവഹിച്ചിട്ട് പേരോ നേർച്ച. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇസ്ലാമിലെ നേർച്ചയും അത്തരത്തിലുള്ള വിഷയങ്ങളും നമ്മൾ രണ്ട് രൂപത്തിലാണെന്ന് മനസ്സിലാക്കുകയും ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയെ കൃത്യമായി മനസ്സിലാക്കുകയും മറ്റു തരം നേർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിനെ യഥാവിധി മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും, ബാത്തിലിൽ നിന്ന് വിട്ടുനിൽക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള ഉറൂസുകൾ എന്നുള്ള പേരിൽ, നേർച്ചകൾ എന്നുള്ള പേരിൽ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ അത്തരത്തിലുള്ള അപകടങ്ങൾ അത് സംഭവിക്കുമ്പോൾ ചില ആളുകളൊക്കെ സ്റ്റേജുകളിലും പേജുകളിലൊക്കെ പറയുന്നത്, ഞങ്ങളാരും അതിനെ അനുകൂലിക്കുന്നില്ല, ഞങ്ങളാരും അല്ലതൊന്നും നടത്തുന്നത്, അതൊക്കെ ചില കച്ചവടക്കാരാണ്, ചില ബിസിനസ്സുകാരാണ്, ഇതിനൊക്കെ ഞങ്ങൾ എന്നും എതിർക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഖബർ സിയാറത്ത് അത് പുണ്യമല്ലേ? ഖബർ സിയാറത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? അവിടെയൊക്കെ സിയാറത്തിനല്ലേ ഞങ്ങൾ പോകുന്നത് എന്നാണ്. ഇതിൻ്റെ പേരിലാണ് സകല തോന്നിവാസങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേത് നേർച്ചയായാലും, തിരിയങ്ങാടി നേർച്ചയായാലും, കൊണ്ടോട്ടി നേർച്ചയായാലും, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള നേർച്ചകളായാലും, ഇതൊക്കെ ഖബർ സിയാറത്തിന്റെ പേരിലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കുൻതു നഹൈതുകും, നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയിരുന്നു
തടഞ്ഞിരുന്നു, വിരോധിച്ചിരുന്നു സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ. ഇനി ഫൽ ആൻ സൂറു അൽ ഖുബൂർ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. പ്രവാചകൻ അവസാനത്തിൽ എന്ത് ചെയ്തു? അത് അനുവദിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് ഖബർ സിയാറത്ത്? പൂരം നടത്താനാണോ? ഇതുപോലെ വാദ്യമേളകളും ഗാനമേളകളും ആന എഴുന്നള്ളിപ്പും ഇതുപോലെ ആഘോഷങ്ങൾ നടത്താനാണോ? നിങ്ങൾക്ക് പരലോകം ഓർമ്മ വരും. മറ്റൊരു റിവായത്തിൽ കാണാം നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വരും. മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങളുടെ കണ്ണ് ഈറനണിയിക്കപ്പെടും. ഇതിനാണ് ഖബർ സിയാറത്ത്. ഒരു ഖബർ കാണുമ്പോൾ പടച്ചോനെ, ഇതുപോലെ ഞാനും കിടക്കേണ്ടവനാണല്ലോ. എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ കൂടെ പഠിച്ചവനാണ്, എൻ്റെ അയൽപക്കത്തുള്ളവനാണ്, എൻ്റെ കളിക്കൂട്ടുകാരനാണ്, എന്നോടൊന്നിച്ചു വളർന്നവനാണ് ഇന്ന് ഈ 6 അടി മണ്ണിലുള്ളത്. നാളെ എനിക്കും ഇങ്ങോട്ട് വരണല്ലോ. നമ്മുടെ കണ്ണ് നനയും, നമ്മുടെ കൽബ് ഇടറും, പരലോകത്തെ ഓർക്കും, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. ഇതിനാണ് ഖബർ സിയാറത്ത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ ഈ ഖബർ സിയാറത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സകല തോന്നിവാസങ്ങളും നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ഈ വിഷയം മനസ്സിലാക്കുകയും തീർത്തും പേർത്തും അത്തരത്തിലുള്ള ആഭാസങ്ങൾ ഇസ്ലാമിന് അന്യമാണ് എന്നും ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്ത് അങ്ങനെയല്ല, മറിച്ച് അത് നമ്മുടെ സമീപത്തുള്ള ഖബറിടങ്ങളിലേക്ക് പോയാൽ മതി. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ അവരുള്ള ഖബറിടങ്ങളിലേക്ക് പോയാലാണ് ഈ സൂറു അൽ ഖുബൂർ എന്നുള്ള സുന്നത്ത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ സുന്നത്തും ബിദ്അത്തും നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തുള്ള തൗഹീദും ശിർക്കും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഏതാണ് ശരി ഏതാണ് തെറ്റ് രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ ഈമാനുള്ള നമുക്കൊരു സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ മുവഹിദുകളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.